നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. തൃശൂർ പൂരം പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ വിളിച്ച യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയത്തിൽ കോടതി ഇടപെടലുണ്ടായതിനാൽ കോടതിയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്മസ്. പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ലോകമെങ്ങും വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുകയാണ്. പള്ളികളിൽ പാതിരാ കുർബാന നടന്നു. ചാലക്കുടിയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 2 മരണം. ക്രിസ്തുമസ് ആഘോഷം കഴിഞ്ഞ് മടങ്ങിയ യുവാക്കൾ ബൈക്ക് അപകടത്തിൽ മരിച്ചു. അപകടങ്ങൾ കാടുകുറ്റിയിലും മേലൂരിലും. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ വിളിച്ച യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയത്തിൽ കോടതി ഇടപെടൽ ഉണ്ടായതിനാൽ കോടതിയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കേസ് 4-ന് വച്ചിരിക്കുകയാണ്. പൂരം തടസ്സപ്പെടുത്തുന്നതൊന്നും സർക്കാർ ചെയ്യില്ലെന്നും പൂരം വിജയിപ്പിക്കുമെന്നും മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായില്ലെന്നും വിഷയത്തിൽ കോടതിയിൽ ഒരു നിലപാട് സർക്കാർ പറയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരം എന്നുള്ളതൊരു വലിയ വികാരമാണ്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരു രീതിയിലുള്ള ഇടപെടലും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകില്ല. എന്തായാലും ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്യും. കോടതിയുടെ വിധി അന്തിമമാണ്. അപ്പോൾ ആ വിധി വരും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെൻറ് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യവും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടാകും. അപ്പോൾ തൃശ്ശൂർ പൂരം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കും, ഒരു സംശയമില്ല. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്മസ്. പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ലോകമെങ്ങും വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുകയാണ്. പള്ളികളിൽ പാതിരാ കുർബാന നടന്നു. പതിവ് പോലെ നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയുമായാണ് നാടെങ്ങും ക്രിസ്മസിനെ വരവേറ്റത്. ചാലക്കുടിയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 2 മരണം. ക്രിസ്തുമസ് ആഘോഷം കഴിഞ്ഞ് മടങ്ങിയ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. കാടുകുറ്റിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ചായിരുന്നു അപകടം. കാടുകുറ്റി സ്വദേശി മെൽവിനാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. ഇന്റീരിയർ ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു മെൽവിൻ. അർദ്ധരാത്രിയോടെയാണ് അപകടം ഉണ്ടായത്. അതേസമയം ചാലക്കുടി മേലൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പാടശേഖരത്തിലേക്ക് വീണ യുവാവ് മരിച്ചു. പുഷ്പഗിരി പിണ്ടാണി നായ്മേലി തോടിന് സമീപമാണ് അപകടമുണ്ടായത്. ചാലക്കുടി വിയർപുരം ഉറുമ്പൻകുന്ന് സ്വദേശി ബിനു ആണ് മരിച്ചത്. കുന്നപ്പള്ളിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ ഉത്സവം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം. രാവിലെ 6:30 നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷവേളയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. 3 ദിവസം കൊണ്ട് ബെപ്കോ ഔട്ട്ലെറ്റ് വഴി മാത്രം 154.77 കോടിയുടെ മദ്യമാണ് വിറ്റത്. ക്രിസ്മസ് തലേന്നായ ഞായറാഴ്ച ഔട്ട്ലെറ്റ് വഴി മാത്രം 70.73 കോടി രൂപയുടെ മദ്യവിൽപ്പന നടന്നു. ക്രിസ്മസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് 69.55 കോടിയുടെ മദ്യമാണ് വിറ്റിരുന്നത്. 22 മുതൽ 24 വരെ മദ്യവിൽപ്പന കണക്കിലും ഇത്തവണ വർധനയുണ്ട്. ഡിസംബർ 22-ന് 75.70 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഈ വർഷം നടന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 22-ന് 65.39 കോടി രൂപയുടെ മദ്യമാണ് വിറ്റിരുന്നത്. ഡിസംബർ 23-ന് ഈ വർഷം 84.04 കോടി രൂപ മദ്യവിൽപ്പന നടന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 75.41 കോടി രൂപ മദ്യവിൽപ്പനയാണ് നടന്നത്. ക്രിസ്മസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ്. 63.85 ലക്ഷം രൂപയുടെ മദ്യമാണ് ചാലക്കുടിയിൽ വിറ്റത്. ചങ്ങനാശ്ശേരി ബെപ്കോ ഔട്ട്ലെറ്റാണ് മദ്യവിൽപ്പനയിൽ 2ാം സ്ഥാനത്തെത്തിയത്. 62.87 ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. 3ാം സ്ഥാനം ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിനാണ്. 62.31 കോടി രൂപയുടെ മദ്യമാണ് ഇരിങ്ങാലക്കുടയിൽ വിറ്റത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈപ്പ്. കുഴൂർ പാറപ്പുറം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നക്ഷത്ര തടാകവും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ആരംഭിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചെയ്യാനുണ്ട് എന്നിവിടെ സൂചിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ട് ആ ഫണ്ട് ഇത്തവണത്തെ ഇതിൽ വെച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.
ഇനിയും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇത് മോടി പിടിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട്. കാരണം നമുക്ക് കയറിയിരിക്കാനുള്ള ഒരു ഇടമായിട്ട് തന്നെ വൈകുന്നേരങ്ങളിലും ഒക്കെ തന്നെ ഇരിക്കാനുള്ള ഇടം, സന്തോഷം പങ്കുവയ്ക്കാനുള്ളൊരു വേദിയായിട്ട്, സ്നേഹം പങ്കുവയ്ക്കാനുള്ളൊരു വേദിയായിട്ട് നമുക്ക് ഇത് മാറ്റാം എന്നുള്ളത് തന്നെയാണ്. ഒരു പരിധിവരെ നമുക്കത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങൾ അത്തരത്തിലേക്ക് കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ വേദിയിലിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു നല്ല പ്രവർത്തനങ്ങളിലേക്ക്, ഇത് മാത്രമല്ല മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസന കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ആലോചനകളും അതുപോലെ തന്നെ ചിന്തകളും ഒക്കെ തന്നെ നമുക്ക്. കൂട്ടായ്മ പ്രസിഡന്റ് PT സന്തോഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. KP ബിൽസൺ കണ്ടംകുളത്തി, ഷാൻഡി ജോസഫ് തട്ടകത്ത്, PJ വർഗീസ്, TS പുഷ്പൻ, ഷാജു മണവാളൻ, ബിനോയ്, PK അലി, വർഗീസ് മുക്കണ്ണിക്കൽ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 24 മുതൽ 31 വരെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രം ആരംഭിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. വളരെ അഭിമാനമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ, എന്നെ വിളിച്ചതിൽ, എനിക്ക് അവസരം തന്നതിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലും കൂടിയ എല്ലാവരുടെ പേരിലും ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വികസനം ഒരു 50 കൊല്ലം മുമ്പത്തെ വികസന സങ്കല്പമല്ല ഇന്നത്തെ വികസന സങ്കല്പം. 50 കൊല്ലം മുമ്പ് ഈ കുളം നമുക്ക് കേവലം ഇറിഗേഷനോ കുടിവെള്ളത്തിനോ വേണ്ടിയുള്ള ഒരു സ്രോതസ് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് 50 കൊല്ലത്തിന് ശേഷം ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നേസൻ അധ്യക്ഷയായി. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ മുഖ്യാതിഥിയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ പൂരം പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ വിളിച്ച യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയത്തിൽ കോടതി ഇടപെടലുണ്ടായതിനാൽ കോടതിയോട് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന് മന്ത്രിമാരായ K രാധാകൃഷ്ണനും K രാജനും. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്മസ്. പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ലോകമെങ്ങും വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ പിറവി ആഘോഷിക്കുകയാണ്. പള്ളികളിൽ പാതിരാ കുർബാന നടന്നു. ചാലക്കുടിയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 2 മരണം. ക്രിസ്തുമസ് ആഘോഷം കഴിഞ്ഞ് മടങ്ങിയ യുവാക്കൾ ബൈക്ക് അപകടത്തിൽ മരിച്ചു. അപകടങ്ങൾ കാടുകുറ്റിയിലും മേലൂരിലും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.